സവിച്ചേക്ക് രാവിലെ പണിക്കൊന്നുമില്ലേ? നല്ല മഴയാണല്ലോ. അമ്മദിക്കാ പറ. ഞാൻ മറ്റേ എന്റെ ഷീറ്റിന്റെ കാര്യം ചോദിച്ചിരിക്കുന്നു വീട്ടിൽ പോയിട്ട്. പിന്നെ അതിന്റെ റൗണ്ട് കമ്പിയും കയറെല്ലാം വരുമ്പോഴേക്ക് ഏകദേശം ഒരു 10,000 റുപ്യ ആവുള്ളൂ. എന്താ വെച്ചാൽ നമുക്ക് പണിക്കാർ കുറച്ച് തിരക്കുള്ള സമയമാണ്. എന്റെ പണിക്കൂലി ഞാൻ നോക്കട്ടെ, ഞാൻ മാക്സിമം കുറച്ച് തരും. ഓ ശരി, സാധനം വാങ്ങിച്ചിട്ട് വിളിക്കട്ടാ. ഞാൻ വിളിച്ചോളാം. അമ്മദിക്കാ വല്യേക്കുന്നാ പണിക്കൊന്നും പോയിക്കില്ല? ഇല്ല, ചെറിയ പ്രശ്നമുണ്ട്, പോയിക്കില്ല. ഞാൻ പേപ്പർ ഇട്ടിട്ട് ആ ശരി, പോയിട്ടു. അല്ല എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താണ് ഇങ്ങനെ കണ്ടില്ലേ, രാവിലെ ഏതാ മഴ. മഴ കാരണം ഇവിടെ ഭയങ്കര ആറിയിടാനുള്ള സ്ഥലവും കൂടി ഇല്ല, ഒന്നുമില്ല. ഇവിടെ ഒരു ഷീറ്റ് ഇടണം. മഴ ഞാൻ പിന്നെ അമ്മദിക്കാനെ വിളിച്ചിട്ടുണ്ട്. നല്ല പൈസ പറയുന്നത്, 10,000 റുപ്യ പറയണം. 10 രൂപ 10 റുപ്യ പറയുന്നുണ്ട്. എങ്ങനെയാ എടുക്കുക? ഇപ്പൊ പണിയില്ല, മഴ തുടങ്ങിയില്ല, പണിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടാപ്പ. നിങ്ങൾക്ക് സേതുവട്ടനോട് ചോദിച്ചോ പറയാനോ? ഏത് സേതുവട്ടെ? നമ്മളെ മിത്തലേ? മറ്റേ സേതുവട്ടനാ ഫണ്ട് ഉണ്ടല്ലേ? ഫണ്ട് ഇന്ന് വൈകുന്നേരം അല്ലേ? നിങ്ങളൊന്ന് വിളിച്ചു നോക്ക് എന്തായാലും. ശരി, ഞാൻ വിളിക്കാം. ഞാൻ പോട്ടെ, എനിക്ക് കുറെ പേപ്പർ ഇടാനുണ്ട്. ശരി ശരി. ഹലോ സേതുട്ടോ, ഇത് ഞാനാ സബീഷാണേ. സബീഷ്. ഫണ്ടിൽ ഒരു 15,000 റുപ്യ എടുക്കാനുണ്ടാവുക. വീട്ടിലൊരു ഷീറ്റ്, 6 ഷീറ്റ്. മഴയല്ലേ. 10 മതി. എന്നാൽ 10 മതി. ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് വരാം. വയലിലേക്ക് വരുന്നുണ്ടാവും തേങ്ങ. ആയിക്കോട്ടെ, എന്നാൽ ഞാൻ ഇവിടെ ഇടയിൽ വെക്കാം. ഇടയിൽ എന്നാ പോരെ? ശരി സേതുട്ടാ, ഓക്കെ ശരി. റവീഷ് ഇവിടെ എത്തിയാ? സേതുട്ടാ, ഇല്ല അത്യാവശ്യമായി പോയി സേതുട്ടാ, കുടുങ്ങിപ്പോയി. എന്ത് ചെയ്യാനാ? സാരടാ, ഇപ്പൊ പൈസ ഉണ്ട്, ഒന്നും പ്രശ്നമാക്കണ്ടെങ്കി. 10 പറഞ്ഞ് 10. ഓക്കെ അല്ലേ? ശരി ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ സാബീഷ് എനിക്ക് കാര്യങ്ങൾ എനിക്ക് അറിയാമല്ലോ. അറിയാം സേതുട്ടാ. ആദ്യത്തെ 10,000 അടവ്, പിന്നെ 14 എക്സ്ട്രാ അടവ് 1000 രൂപ. പിന്നെ ഈ ലിങ്ങൊന്നും വിചാരിക്കരുത്, ബന്ധമൊന്നുമില്ല. ഓക്കെ അല്ലേ? പേടിക്കണ്ട. ശരി എന്നാ, ശരി. എന്താ ചന്ദ്രേട്ടാ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ? ഒന്നുമില്ല, ഓരോ വിഷമം കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന. എന്ത് പറ്റി? വിഷമം എന്താ ഇപ്പൊ? വിഷമം എന്തെന്നോ, മോളെ കല്യാണം കഴിഞ്ഞ് ആ സമയത്ത് വീട്ടിന്റെ പണി കുറച്ചുണ്ടായിരുന്നു. അതെല്ലാം കൂടി കടായിട്ട് കാലിനും സുഖമില്ല, പണിക്ക് പോകാൻ പറ്റുന്നില്ല. ഡ്രൈവർ പണിയെടുത്ത് പോറ്റണ്ടേ, ഫോൺ അടിക്കാൻ പറ്റുന്നില്ല. എല്ലാം കൂടി ബാങ്കിൽ ജപ്തി നോട്ടീസ് വന്നേക്ക്. ഒന്നും തീരുമാനമില്ല, ഏത് വൈക്കാ പോകണ്ട, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണോ. ചന്ദ്രേട്ടാ, നിങ്ങൾ വിഷമിക്കല്ല, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർക്കും. എന്റെ കയ്യിൽ വേണ്ടോ ചെറിയ പൈസ ഉണ്ട്, അത് നിങ്ങളുടെ കയ്യിൽ വെച്ചോ. എന്റെ വിഷമം ഒരിക്കലും തീരില്ല. പ്രശ്നമില്ലാത്ത ആരാളുള്ളത്? ശരി, ഞാൻ പോയിട്ട് വരാം. ഓക്കെ.